അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1304. ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഖൈസ് ഇബ്നു അബി ഖറസ റളിയല്ലാഹു അൻഹു ഖാൽ, ഖൈസ് ഇബ്നു അബി ഖറസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, അതാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫിസ്സൂഖ്, ഞങ്ങൾ മാർക്കറ്റിലാകുമ്പോൾ, അങ്ങാടിയിൽ ചന്തയിൽ ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ അടുത്തേക്ക് വന്നു. ഫഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി സൂഖ, നിശ്ചയമായും ഈ മാർക്കറ്റ്, യുഖാലിതുഹൽ ലഗ്വു വൽ കദിബ്, ഇവിടെ ധാരാളം കളവുകളും വേണ്ടാത്ത സംസാരങ്ങളൊക്കെ കൂടി കലരുന്നുണ്ട്. സാധനങ്ങൾ വിറ്റുപോകാൻ വേണ്ടിയും ലാഭങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയും എൻ്റെ കച്ചവടം മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കണം, അതിനൊക്കെ വേണ്ടി പലപ്പോഴും കളവും മറ്റു സംസാരങ്ങളും സത്യങ്ങളൊക്കെ കൂടിക്കലരുന്നുണ്ട്. അതുകൊണ്ട് ഫശൂബുഹ ബിസ്സദഖ, നിങ്ങൾ ദാനധർമ്മം കൊണ്ട് ഇതിനെ കലർത്തണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നാൽ നമ്മൾ അറിയാതെ വന്നുപോകുന്ന സംസാരങ്ങളോ കളവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ദാനധർമ്മം അതിനെ മായ്ച്ചു കളയുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ കച്ചവടക്കാർ, ബിസിനസ്സുകാർ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ കച്ചവടത്തിൽ നാം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും പലപ്പോഴും വിറ്റുപോകാനൊക്കെ നമ്മുടെ സംസാരങ്ങളിൽ പലതും വന്നുപോയേക്കാം. അത് മായ്ച്ചു കളയാൻ നമ്മൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് നമ്മുടെ വന്നുപോകുന്ന പോരായ്മകളെ അതൊക്കെ മായ്ച്ചു കളയാൻ, തിന്മകൾ, തെറ്റുകൾ, സംസാരങ്ങൾ, വേണ്ടാത്ത സംസാരങ്ങൾ, അറിയാതെ വന്നു പോകുന്ന കളവുകൾ, അതിനൊക്കെ മായ്ച്ചു കളയാൻ ഈ ദാനധർമ്മം കൂട്ടിക്കലർത്തണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നൽകുന്ന വലിയൊരു പാഠം. കച്ചവടക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടത്തും വളരെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ കച്ചവടക്കാരാകണം. അല്ലാഹു തആല യഥാർത്ഥ കച്ചവടക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.